ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പാലെടുക്കാതെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഹൽവ തയ്യാറാക്കാമെന്നാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. ശരിക്കും ഒരു ഹൽവയുടെ പെർഫെക്ഷനിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നുറുക്ക് ഗോതമ്പ് 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ 1 ഗ്ലാസ് ഞാനൊരു 3-4 മണിക്കൂറോളം കുതിർത്തി എടുത്തേക്കുന്നതാണ്. നന്നായിട്ട് കുതിർത്തി എടുത്താലാണ് നമുക്ക് തരിയൊന്നുമില്ലാതെ അരച്ച് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം കുറച്ചുള്ളെങ്കിൽ നല്ല അത്യാവശ്യം ചെറു ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞെക്കി നോക്കുമ്പോൾ അറിയാം. ഇനി നമുക്കത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇതിലോട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. വെള്ളം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്, കാരണം വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ തരിയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 2.5 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒരു ഗ്ലാസ്സിൽ തന്നെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെയായിരിക്കും നമ്മൾ അളവെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മിക്സ് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മിക്സാക്കി വെച്ചിട്ടുള്ളത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അടിച്ചെടുത്തതിൽ വല്ല തരികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ അരിപ്പ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. ഞാനിവിടെ ചായ അരിപ്പ് എടുത്തതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു നമുക്കിതൊന്ന് ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഹോളുള്ള അരിപ്പ തന്നെ നോക്കിയെടുക്കണം, എന്നാലാണ് ആ ഒരു വേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ടെങ്കിൽ അധികം വേസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരിച്ചെടുക്കാനും പറ്റും. തരികൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് 2-3 തവണ ഇത് അരിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൽ ഞാൻ നന്നായിട്ട് തന്നെ കുതിർത്തി നന്നായിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ എനിക്കിതിലധികം തന്നെ വേസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 2 പ്രാവശ്യമാണ് ഞാൻ ഈ ഇത് മിക്സ് അരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ കുറേ വേസ്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യം നമുക്കിതുപോലെ അരിച്ചെടുക്കണം. ഈ ഒരു വേസ്റ്റ് നമുക്കിനി ആവശ്യമില്ല, നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ 1 പ്രാവശ്യം അരിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത് ഞാൻ അരിച്ചെടുക്കുവാണ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം അരിച്ചിട്ടുള്ളൂ, കാരണം അധികം വേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം നന്നായിട്ട് തന്നെ അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ശർക്കര ഉരുക്കിയെടുക്കലാണ്. അപ്പോൾ ഏകദേശം 1 ഗ്ലാസ് ശർക്കര ചീകിയതാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ശർക്കര അത്യാവശ്യം മധുരം കുറവായതാണ്, അതുകൊണ്ടാണ് കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശർക്കരക്കനുസരിച്ചിട്ടാണ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്, മധുരത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഏകദേശം 1 ഗ്ലാസ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുത്താൽ മതി. അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ്സൊക്കെ ചീകി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഒരു മുകളിൽ നന്നായിട്ട് പാട കെട്ടും. ആ പാട കെട്ടുമ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ വേസ്റ്റൊക്കെ മുകളിൽ നമുക്ക് അടിഞ്ഞു കൂടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഈ വേസ്റ്റൊക്കെ നമ്മുടെ ഹൽവയിലേക്ക് വരും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു പാത്രമാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ മിക്സ് നമുക്കിതിലേക്കൊന്ന് അളന്നൊഴിച്ച് കൊടുക്കാം. അപ്പോൾ വെറുതെ ഒന്ന് അളന്ന് നോക്കുന്നു എന്നുള്ളൂ, എത്ര ഗ്ലാസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം നമ്മൾ എടുത്ത ആ ഒരു 4 ഗ്ലാസ്സിന് മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയിലൊക്കെ പിടിക്കും. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ.
1.5 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം, നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ശർക്കരയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല കളറുള്ള ഹൽവ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ശർക്കര കുറച്ച് കളർ കുറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഹൽവയ്ക്ക് കുറച്ച് കളർ കുറവ്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഒരു 2-3 സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് എത്രയും ചേർക്കുന്നോ അത്രയും ഒരു ഫ്ലേവർ നമുക്ക് ഹൽവയ്ക്ക് കിട്ടും. നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 150 ഗ്രാമോളം നെയ്യ് ഞാൻ ഇതിലേക്ക് മൊത്തം ചേർക്കുന്നുണ്ട്. പക്ഷെ അത് മൊത്തം ഒന്നിച്ചല്ല ചേർക്കുന്നത്, ഓരോ സ്പൂൺ ഇത് ടൈറ്റ് ആവണ അനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യമേ നെയ്യ് ചേർക്കുമ്പോൾ ഈ ഒരു ഹൽവ നെയ്യ് മുഴുവനായിട്ട് കുടിക്കും. അവസാനം ഈ കുടിച്ച നെയ്യെല്ലാം പുറത്തേക്ക് കക്കും. അതാണ് നമ്മുടെ ഹൽവയുടെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്ന ഒരു പരുവായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്ത എള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാഷ്നട്ട്, പീനട്ട്, റൈസിൻസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി, തേങ്ങാക്കൊത്ത്, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത 150 ഗ്രാമോളം നെയ്യ് പുറത്തേക്ക് കക്കി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹൽവയുടെ പാകം എന്ന് പറയുന്നത്. ഈ ഒരു സമയം വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടല്ലോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിൽ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണ ആ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കുറച്ച് വെളുത്ത എള്ള് വിതറി കൊടുത്തേക്കുന്നതാണ്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഹൽവ ചൂടാറുന്നതിന് മുന്നേ തന്നെ സെറ്റ് ചെയ്യണം. ചൂടാറി കഴിയുമ്പോഴല്ല, ചൂടാറാതെ തന്നെ ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് റൗണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ ഹൽവ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫ്രിഡ്ജിൽ താഴെ വെക്കുകയാണെങ്കിൽ വേഗത്തിൽ ഇത് നമുക്ക് സെറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഹൽവ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ഹൽവയാണ്, അതുപോലെ തന്നെ നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള ഹൽവയാണ് കേട്ടോ. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നുറുക്ക് ഗോതമ്പ് വീട്ടിലുള്ള എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.